നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സമ്മറിലേക്ക് FC ബാഴ്സലോണ വളരെയധികം പ്രയോറിറ്റൈസ് ചെയ്ത് കാണുന്ന രണ്ട് നീക്കങ്ങൾ ഹുലിൻ ആൽവാരസിൻ്റെയും അലസാൻഡ്രോ ബാസ്റ്റോണിയുടേതുമാണ്. ബാസ്റ്റോണിയെ സ്വന്തമാക്കാനുള്ള നീക്കങ്ങളിലേക്ക് അവർ കടക്കുന്നു എന്ന് മുണ്ടോ ഡിപ്പോർട്ടിവോ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഹുലിൻ ആൽവാരസിൻ്റെ കാര്യം എന്താവും, ആ കാര്യം കൂടി കാറ്റലൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാഴ്സലോണ ഇപ്പോൾ കണക്കാക്കുന്നത് ഹുലിൻ ആൽവാരസുമായിട്ട് ഒരു പേഴ്സണൽ എഗ്രിമെൻറ്റിലേക്ക് എത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമായിട്ട് ബാഴ്സയ്ക്ക് തോന്നുന്നില്ല. താരത്തിനും താല്പര്യമുണ്ടാകും, അദ്ദേഹത്തെ ബാഴ്സലോണയിലേക്ക് എത്തിക്കാനായിട്ട് ബാഴ്സയ്ക്കും താല്പര്യമുണ്ട്. അതുകൊണ്ടൊരു പേഴ്സണൽ എഗ്രിമെൻ്റ് ആയിരിക്കില്ല പ്രശ്നം. പിന്നെ അദ്ദേഹത്തെ വിട്ടുകിട്ടാൻ എന്ത് തുക കൊടുക്കേണ്ടി വരും അത്ലറ്റിക്കോ മാഡ്രിഡിന് എന്നുള്ളതാണ് വിഷയം. 100 മില്യൺ യൂറോ, മാക്സിമം 100 മില്യൺ യൂറോ, അതിനപ്പുറത്തേക്ക് കൊടുക്കാൻ ബാഴ്സലോണ വില്ലിങ് ആവില്ല എന്നാണ് മുണ്ടോ ഡിപ്പോർട്ടിവോയുടെ റിപ്പോർട്ട്. Barcelona think they would not have a problem finding an agreement over personal terms with Julian Alvarez, but have set a maximum of 100 million euro to sign him. They are not willing to pay anything more എന്നാണ്. ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം ആ തുകക്ക് അദ്ദേഹത്തെ കൈമാറാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് തയ്യാറാകുമോ എന്നുള്ളതാണ്. നിലവിൽ മിന്നും ഫോമിലാണ് അർജൻറ്റീൻ സൂപ്പർ താരമുള്ളത്. ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം അടുത്ത സീസണിലേക്ക് അവർക്ക് ഒരു മുന്നേറ്റ നിര താരത്തെ ആവശ്യമുണ്ട്. റോബർട്ട് ലെവൻഡോസ്കിയുടെ കരാർ പുതുക്കില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഹുലിൻ ആൽവാരസിനെ എത്തിക്കാൻ ബാഴ്സയ്ക്ക് താല്പര്യമുണ്ട്. ബാഴ്സ ഒരു ശ്രമം നടത്തും. ഡീല് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. പക്ഷേ ഒരു ശ്രമം നടത്തും. സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.